തീരദേശ ഹരിത ഇടനാഴി പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട്. ജില്ലയിലെ തീരമേഖലയിലും നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കും. തീരപാതയുടെ 35 മീറ്റർ പടിഞ്ഞാറ് ഭാഗം ഗ്രീൻ ബെൽറ്റാക്കി മാറ്റും. പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയാതെ ആശങ്കയിൽ തീരമേഖല. ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പ്രഖ്യാപിച്ച ബൃഹത് പദ്ധതികളിലൊന്നാണ് തീരദേശ ഹരിത ഇടനാഴി. തിരുവനന്തപുരത്തെ കൊല്ലങ്കോട് മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെ 522 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയായിരിക്കും തീരപാത. 8 മീറ്റർ മുതൽ 12 മീറ്റർ വരെ ദൈർഘ്യമുള്ള പാതയാകും ഇത്. കടൽ തീരത്തു നിന്നും നിശ്ചിത അകലം പാലിച്ചുള്ള ഈ പാതയ്ക്കായി റോഡിനും കടൽ തീരത്തിനും ഇടയിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. സംസ്ഥാനത്താകെ 24,000 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. തൃശൂർ ജില്ലയിൽ മാത്രം എത്ര കുടുംബമെന്ന കണക്ക് ലഭ്യമായിട്ടില്ല. തീരത്ത് നിന്നും കിഴക്കോട്ട് 1 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിലോ സമാന്തരമായി 2 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിലോ പുനരധിവസിപ്പിക്കുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന തീരപാതയുടെ നടത്തിപ്പ് ചുമതല തീരദേശ വികസന കോർപ്പറേഷനായിരിക്കും. പാതയുടെ പടിഞ്ഞാറ് ഭാഗമുള്ള 35 മീറ്റർ ഗ്രീൻ ബെൽറ്റായി സംരക്ഷിക്കുമെന്നും പറയുന്നു. ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ഓഷ്യൻ റോഡിന്റെ മാതൃകയിലാണ് പാത വിഭാവനം ചെയ്യുന്നത് എന്നാണ് അറിയുന്നത്. ഇതേസമയം പാതയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയാതെ തീരമേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. തൃശൂർ ജില്ലയിൽ പാത പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചും മാറ്റിപ്പാർപ്പിക്കുന്ന കുടുംബങ്ങളെക്കുറിച്ചും വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. പാത നിർമ്മാണവും പുനരധിവാസവും ഉൾപ്പെടെ 13,500 കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ സർക്കാർ വൈകാതെ വെളിപ്പെടുത്തിയേക്കും. TCV തൃശൂർ.